ഹായ് ഡിയേഴ്സ്, അബേരി ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നേ നമ്മൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഫിഷ് ഫ്രൈ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്, പിന്നെ ചുമന്നുള്ളി ചതച്ചെടുത്തിട്ടോ. എന്നിട്ട് നമുക്ക് പാൻ ഓണാക്കണതിന് മുമ്പ് തന്നെ നമുക്കതിലേക്ക് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് 2 സ്പൂൺ മുളക് പൊടി ഇടണേ. ഞാൻ ഒരു 1.5 സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ. എന്നിട്ട് നമുക്ക് ഗ്യാസ് ഓണാക്കാം. ഗ്യാസ് ഓണാക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന വെളുത്തുള്ളിയും ചുമന്നുള്ളിയൊക്കെ ഇട്ടൊന്ന് ഇളക്കി കൊടുക്കാമേ. എന്നിട്ട് അതിലേക്ക് ഇത്തിരി ഉപ്പൊക്കെ ഇട്ടൊന്ന് ഇളക്കണം. എന്നിട്ട് അതിനകത്തേക്ക് കറിവേപ്പിലയൊക്കെ ഇട്ട് പിന്നെ 1 നെല്ലിക്ക വലുപ്പത്തിൽ പുളി പിഴിഞ്ഞതും ഒരു ചെറിയ നെല്ലിക്കയുടെ വലുപ്പം മതി കേട്ടോ ഒഴിച്ചൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് കുറുകി വരുവേ, ഒരു പ്രത്യേക മണം വരും കേട്ടോ. ആ ചുമന്നുള്ളിയുടെയും കറിവേപ്പിലയുടെയും ഇതെല്ലാം കൂടി ആ വെളിച്ചെണ്ണ കിടന്ന് മൂത്തിൻ്റെ ഒരു പ്രത്യേക മണം കിട്ടുവേ. എന്നിട്ട് നമുക്ക് അതിനകത്തേക്ക് നമ്മൾ വരഞ്ഞ് വെച്ചേക്കണ മീൻ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ആ മീൻ അങ്ങോട്ടും തിരിച്ച് സാധാരണ മീൻ വറക്കണ പോലെ തന്നെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ടൊന്ന് വറുത്തെടുക്കാമേ. ഏത് മീനാണേലും ഇതുപോലെ വറുത്തെടുക്കുക കേട്ടോ. അപ്പോൾ അത് ഞാൻ കുറേ വരഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി ഞാൻ ഈ പാനിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് അവിടെ കിടന്ന് അതിൻ്റെ മസാലയൊക്കെ പിടിച്ച് അതൊന്ന് ഫ്രൈ ആയി വരട്ടെ. അതിൻ്റെ മണം വരുമ്പം നമുക്ക് ആ ഒരു ഗ്രേവി തന്നെ എടുത്ത് കഴിക്കാൻ തോന്നും കേട്ടോ. അത്ര നല്ല മണമാണ്. അതൊക്കെ അങ്ങോട്ട് തിളച്ച് മൂത്ത് വരുമ്പം അപ്പോൾ നമ്മുടെ ഒരു സൈഡ് ഏകദേശം ഫ്രൈ ആവാറായി. അപ്പോൾ ഒന്ന് തിരിച്ച് ഇടട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ ഒരു സൈഡ് തിരിച്ചിട്ട് കേട്ടോ. അപ്പം ഞാൻ കുറച്ച് നല്ല ഡീപ്പ് ഫ്രൈ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇട്ടേക്കുന്നത് ഞാൻ. മറ്റേ നമ്മുടെ മസാല ഒക്കെ നന്നായിട്ട് പറ്റി കുറുകി വന്നിട്ടോ. അങ്ങനെ നമ്മുടെ ഫിഷ് ട്രെൻഡിങ് ആയിട്ടുള്ള ഫിഷ് ഫ്രൈ, ഫിഷ് മസാല എന്ന് വേണം പറയാൻ കേട്ടോ, സെറ്റായി കിട്ടിയിട്ടുണ്ടേ. ഇനി ഒരു തക്കാളിക്കറി ഉണ്ടാക്കുവാണേ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് നമ്മുടെ തക്കാളിയും സവാളയും പച്ചമുളകൊക്കെ അരിഞ്ഞ് അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വെള്ളം ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാമേ. അപ്പോഴൊക്കെ നമ്മുടെ വീട്ടമ്മയുടെ തൈര് ഞാൻ ഒന്ന് ഉടച്ചെടുക്കും കേട്ടോ. സാധാരണ ഞാൻ അടിച്ചെടുക്കാറ്, ഇന്ന് ഞാൻ അടിച്ചില്ല, പകരം ഞാൻ ചുമ്മാ സ്പൂൺ ഇളക്കിയെടുത്തു കേട്ടോ. എന്നിട്ട് ഈ തക്കാളിയും സവാളയും പച്ചമുളകും ഒക്കെ ഒന്ന് തിളച്ച് വെള്ളം പറ്റിയപ്പോൾ നമ്മുടെ ഈ തൈര് അതിനകത്തേക്ക് ഒഴിച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ നമ്മുടെ ഫിഷ് മസാല ഉണ്ടാവും, അത് മാത്രം മതിയിട്ട് നമുക്ക് ചോറ് കഴിക്കാനായിട്ട് ഒരു പ്രത്യേക തരം ടേസ്റ്റാണ് കേട്ടോ. ആ പുള്ളിയിൽ കിടന്ന് തിളച്ചതിൻ്റെ ആ ഒരു ടേസ്റ്റ്, അതിൻ്റെ മസാല, ആ ഉള്ളിയുടെ ഒരു ടേസ്റ്റും ഒക്കെ ആയിട്ട്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഇതുവരെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇപ്പോൾ എല്ലാവരും ട്രെൻഡിങ് ആയിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നൊരു ഫിഷ് മസാലയാണ്. അപ്പം ഞാനും ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ച് കണ്ടപ്പം കേട്ടോ. അത് കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും. അപ്പോൾ ഈ ട്രെൻഡിങ് ഫിഷ് മസാല ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാമേ.